നമസ്കാരം, എല്ലാവർക്കും മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഞാൻ പ്രതീഷ്. അപ്പോൾ നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ചെയ്യുന്നത് വളരെ രസകരമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് രീതി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ എന്താണോ സംസാരിച്ചത് അതേ രീതി തന്നെയാണ് നിഫ്റ്റിയിലും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ശരിക്കും നല്ലൊരു ബെയറിഷിലേക്ക് ബാങ്ക് നിഫ്റ്റി വന്നു എങ്കിലും അതേ രീതിയിൽ തന്നെ തിരിച്ച് റിക്കവർ ആവുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിച്ചുവെങ്കിൽ നമുക്കിനി വൺ ഡേ ക്യാൻഡിലൊക്കെ എടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന്. അത് പിന്നത്തെ കേസ്. പക്ഷെ നമ്മൾ നിലവിലുള്ള ഒരു കണ്ടീഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലെ ഒരു ബെയറിഷ് രീതി ബാങ്ക് നിഫ്റ്റി ബെയറിഷിലേക്ക് വന്നുവെങ്കിലും തിരിച്ചൊരു റിക്കവർ നടത്തുകയും ചെയ്തു. അപ്പോൾ നിലവിൽ നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഹാങ്ങിങ് മാൻ തന്നെയാണ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, ഇന്നലെ ഒരു ഹാങ്ങിങ് മാൻ ആയിരുന്നു, ഇന്നും വീണ്ടും ഒരു ഹാങ്ങിങ് മാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ബെയറിഷ് എന്ന രീതിയിൽ തന്നെയാണ് നിഫ്റ്റി നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ബുള്ളിഷ് മൊമെന്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ന്യൂസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇപ്പോൾ Q1 റിസൾട്ട് ആണ്, നമ്മളുടെ ബഡ്ജറ്റ് വരാൻ പോവുകയാണ്, തീർച്ചയായിട്ടും അത് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ടെക്നിക്കൽ അനാലിസിസ് വെച്ച് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും, അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ വെച്ച് സംസാരിക്കുമ്പോൾ നിലവിൽ ഈ ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ബെയറിഷ് രീതിയിലേക്ക്, അല്ലെങ്കിൽ ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാൻ പോകുന്ന രീതിയിലേക്ക് നിഫ്റ്റി മാറുന്നു എന്ന രീതിയിലാണ് ഇന്നലെയും ഇന്നത്തെ ക്യാൻഡിലും വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ക്യാൻഡിലിനേക്കാൾ താഴെയാണ് ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ അനിവാര്യമാണ്. അത് എന്ന് സംഭവിക്കും എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഇവന്റുകളുടെ ഒരു സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് US-ന്റെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വരികയുണ്ടായി. എന്താണ് അതിന്റെ ഒരു വ്യക്തമായ ധാരണ നമുക്കൊന്ന് പോയി നോക്കാം. അതെ, ഇത് US-ന്റെ ഇൻഫ്ലേഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് 3.30% നേരത്തെ ഉണ്ടായിരുന്നത് എങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചതാണ് 3.1% പക്ഷെ 3% അത് താഴുന്നതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഇൻഫ്ലേഷൻ കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം എന്താണ് US മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കാം. US മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ നല്ല രീതിയിലുള്ള ഒരു സെല്ലിംഗ് പ്രഷറിലേക്ക് US മാർക്കറ്റ് മാറുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ, ഇവിടെ നാസ്ഡാക്ക് ഇവിടെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു 350 പോയിന്റിന്റെ ഡൗണിലാണെന്ന് കാണുവാൻ സാധിക്കുന്നു. നാസ്ഡാക്ക് ഫ്യൂച്ചർ ആണ് എങ്കിലും 400 പോയിന്റ് മുകളിൽ ഒരു ഡൗണിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഡൗ ജോൺസും അതിന്റെ ഫ്യൂച്ചറും ഒക്കെ ഒരു ന്യൂട്രൽ റേഞ്ചിലേക്ക് തന്നെ വരുന്നതായിട്ടും കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതായത് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇൻഫ്ലേഷൻ ഡൗൺ ആയി, എന്തുകൊണ്ട് മാർക്കറ്റ് ഉയർന്ന് ശക്തമായി പോയില്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാവാം. എന്തുകൊണ്ട് പോയില്ല അത്? അതായത് നമ്മളുടെ മാർക്കറ്റ് ആയാലും US മാർക്കറ്റ് ആയാലും ശരിക്കും വേൾഡ് മാർക്കറ്റ് അല്ല, ഒരു എവർടൈം ഹൈയെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന, അതായത് വളരെയധികം മൊമെന്റത്തിൽ കുതിച്ച് മുന്നോട്ട് കുറേ നാളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ്. തീർച്ചയായിട്ടും ഒരു കറക്ഷൻ എന്നത് അനിവാര്യമാണ്. അതാണ് തീർച്ചയായിട്ടും ഇവിടെ US മാർക്കറ്റിൽ ഇപ്പോൾ നിലവിൽ കാണുവാൻ സാധിക്കുന്നത്. വളരെ ഉയരത്തിലേക്ക് തുടർച്ചയായിട്ട് ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്ത് പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് നമുക്ക് കാണുവാൻ നേരത്തെ സാധിച്ചത്, അല്ലേ? അതേ രീതിയിൽ തന്നെ ഒരു കറക്ഷൻ അനിവാര്യമായി വന്നിരിക്കുന്നു അവിടെ. ഇത് തന്നെയാണ് ഞാൻ ഇന്ത്യൻ മാർക്കറ്റുമായിട്ട് സംബന്ധിച്ച് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലും ഒരു കറക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും ശ്രദ്ധിച്ചിരിക്കുക. ഇനി അതല്ല, ഇവിടെ നിന്നും ന്യൂസ് സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ Q1 റിസൾട്ടോ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വലിയ ചേഞ്ചസ് ഒക്കെ വരുവാണെങ്കിൽ ഒരുപക്ഷെ മുകളിലേക്കൊന്ന് നീങ്ങാം. പക്ഷേ തീർച്ചയായിട്ടും ഒരു കറക്ഷൻ ഉള്ള രീതിയാണ് ഇവിടെ പ്രൈസ് ആക്ഷൻ വെച്ച് കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വന്നല്ലോ. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു നിഫ്റ്റിയെ സംബന്ധിച്ച് കൂടുതൽ ബെയറിഷിലേക്ക് വന്നിരുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നല്ല ബെയറിഷിലേക്ക് ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇറങ്ങി, അതിനുശേഷം താഴെ നിന്നും ശക്തമായ ബൈയിങ്ങിലേക്ക് വന്നിരിക്കുന്നു. ഇവിടെയും ഒരു ഹാങ്ങിങ് മാൻ എന്ന് പറയാൻ സാധിക്കത്തില്ല, പക്ഷെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ എന്ന് നമുക്ക് പറയുന്ന രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ ഫോം ചെയ്തു. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ബെയറിഷ് ക്യാൻഡിലാണ്, അതിനുശേഷം ഒരു തീരുമാനം എടുക്കാത്തൊരു ക്യാൻഡിൽ ഫോം ചെയ്തു. അവിടെയും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും സംഭവിച്ചതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. USD INR വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഒരു കൺസോളിഡേഷൻ എന്ന രീതിയിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു. നമുക്കിനി ഇന്ത്യയുടെ 10-year ഗവൺമെന്റ് ബോണ്ടിലേക്ക് പോയാലും അതും ഒരു ബുള്ളിഷ് രീതി തന്നെ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. US-ന്റെ ഗവൺമെന്റ് ബോണ്ട് ഈൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിശക്തമായിട്ട് തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കുതിച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. ഇതെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നത് ഒരു ഇക്വിറ്റി ഡിവിഷനിൽ ഒരു ചെറിയൊരു കറക്ഷനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് നമ്മളെ ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇനി നേരെ OA ബിൽഡപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇന്ന് OA ബിൽഡപ്പ് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. കാരണം എന്താണ്? അതായത് ഇന്ന് ഓൾറെഡി എക്സ്പയറി ആയി കഴിഞ്ഞു, അല്ലെ? അതായത് ജൂലൈ 11 എക്സ്പയറി ആയി കഴിഞ്ഞു.
അതിനുശേഷം മാർക്കറ്റിൽ എന്താണ് ആളുകളുടെ ആ ഒരു സ്വഭാവം, എങ്ങനെയാണ് അവർ ഈ മാർക്കറ്റിനെ കാണുന്നത് എന്നത് നമുക്കൊരു ധാരണയില്ല. കാരണം ഇനി നാളെ മുതലാണ് ആളുകൾ OA ബിൽഡപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോ എന്ന രീതിയിലുള്ള പ്രധാനപ്പെട്ട OA ബിൽഡപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് തീർച്ചയായും നാളെ മുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംസാരിക്കേണ്ട യാതൊരു കാര്യമില്ല. നമുക്ക് നേരെ പോയി FIS ഡേറ്റയിലേക്ക് പോകാം. FIS ഡേറ്റയിലേക്ക് പോകുമ്പോൾ ആദ്യം നമുക്ക് ക്യാഷ് മാർക്കറ്റ് ഒന്ന് നോക്കാം. വളരെ രസകരമായിരിക്കും. നോക്കൂ, തുടർച്ചയായിട്ട് ചെറിയ എമൗണ്ടെങ്കിലും അവർ ബൈ ചെയ്ത് പോയിരുന്നുവെങ്കിൽ ഇന്ന് FIS എങ്ങോട്ട് തിരിച്ചു വന്നു? അവരുടെ ശരിയായ ഒരു സ്വഭാവത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രൈസ് ആക്ഷനിലേക്ക് FIS തിരികെ വന്നിരിക്കുന്നു. 1137 കോടിക്ക് അവർ സെല്ല് ചെയ്തിരിക്കുന്നു. നേരെ മറിച്ച് DIS കേസിലേക്ക് വന്നാലോ 1676 കോടിക്ക് അവർ ബൈ ചെയ്തു. അതായത് FIS ഈ ഒരു സെല്ലിങ്ങിനെ നമുക്ക് അധികം എഫക്ട് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? DIS ഈ ഒരു ബൈയിങ് ആണ് എന്ന് പ്രത്യേകം ഓർക്കുക. പക്ഷേ FIS ഈ സെല്ലിംഗ് മോഡൊക്കെ തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിഭയങ്കരമായ ക്വാണ്ടിറ്റി ഒക്കെ അവർ ഒരു പക്ഷേ ചെയ്യുന്ന സമയത്താണ് മാർക്കറ്റൊക്കെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ മാർക്കറ്റ് രൂപപ്പെടുന്നതെന്ന് ആലോചിക്കുക. ഇനി നമ്മൾ ഓപ്ഷനിൽ എന്താണ് FIS കാര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു കോൾ ബൈ ചെയ്തിരിക്കുന്നത് 1.34 ലാഖിനാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ കോൾ ബൈ ചെയ്തിട്ടുണ്ട്, ശരിയാണ്. മുന്നോട്ട് മാർക്കറ്റ് പോകുമെന്ന രീതിയിൽ നെറ്റ് OA വന്നിരിക്കുന്നത് 1.34 ആണ്. പക്ഷെ ഇന്ന് അവർ 2.98 അല്ലെങ്കിൽ ഒരു 3 ലാഖിനടുത്ത് ഇന്ന് അവർ സെല്ല് ചെയ്തു. ഇന്നലത്തെയും കൂടി ആവറേജ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെറിയൊരു ബൈങ് വന്നുവെങ്കിലും ഇന്ന് കൂടുതലും ഒരു സെല്ല് എന്ന ഒരു രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത്. അതുപോലെ തന്നെ പുട്ട് അവരിവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇവിടെ സെല്ല് ചെയ്തിരിക്കുന്നു. പുട്ട് സെല്ല് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബുള്ളിഷ് മൊമെന്റം ആണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇവിടെ തമ്മിൽ ഒരു ടൈറ്റ് റേഞ്ചിലാണ് പോകുന്നതെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇനി പ്രോസിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൾ അവർ ബൈ ചെയ്തേക്കുന്ന ഒരു 3 ലാഖിനടുത്തുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇനി നേരെ ഇങ്ങോട്ട് വന്നാലോ പുട്ട് ബൈ ചെയ്തേക്കുന്നത് 1 സംതിങ്ങിനാണെന്ന് കാണുവാൻ സാധിക്കുന്നു. അത് നമുക്ക് ഏറെക്കുറെ ടൈറ്റ് റേഞ്ച് എന്ന് പറയുന്നതായിരിക്കും ശരി. എങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഒരു ബുള്ളിഷ് എന്ന് പറയാം. ക്ലയന്റിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കോൾ അവർ സെല്ല് ചെയ്തേക്കുന്നത്, അതായത് ബെയറിഷ് എന്ന രീതിയിൽ 4 സംതിങ്ങിനും അതുപോലെ തന്നെ പുട്ട് സെല്ല് ചെയ്തേക്കുക. പുട്ട് സെല്ല് ചെയ്യുന്ന വെച്ചാൽ ഒരു ബുള്ളിഷ് എന്ന രീതിയിൽ അവർ 4 സംതിങ്ങുമാണ്. തീർച്ചയായിട്ടും അതും ഒരു ടൈറ്റ് റേഞ്ച് ആണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്ന് കാണുവാൻ സാധിക്കും. നമുക്ക് ഇത് പ്രത്യേകിച്ച് ഈ ഡേറ്റകൾ നാളത്തെ ഒരു മാർക്കറ്റിന്റെ കണ്ടീഷനെ പ്രത്യേകിച്ച് നമുക്കൊന്നും കാണിക്കുവാൻ സാധിക്കുന്നില്ല. ശരിക്കും ഒരു ടൈറ്റ് റേഞ്ചിലാണ് കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഫ്യൂച്ചർ ഡേറ്റയിലേക്ക് വന്നു കഴിഞ്ഞാൽ FISന്റെ ഡീറ്റെയിൽ നോക്കാം. ഫ്യൂച്ചറിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ FIS നോക്കൂ, തുടർച്ചയായിട്ട് ലോങ് പോയിക്കൊണ്ടിരുന്നതാണ്. ഞാൻ പറഞ്ഞു ഇന്നലെയും ലോങ് അല്പം അവർ കുറയ്ക്കുന്നതായിട്ട് കണ്ടു. പക്ഷെ ഇന്ന് വീണ്ടും അവർ ലോങ് കുറയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് അവർ ആ ഒരു ലോങ്ങിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഒരു ബുൾ മൊമെന്റിലേക്ക് പോകുന്ന രീതിയിൽ അല്പം കുറവ് വരുത്തുന്നു. അവസാന 2 ദിവസവും നമുക്ക് വീണ്ടും കാണുവാൻ സാധിക്കുന്നു. നമുക്ക് നേരെ ഇനി DISന്റെ കേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ബെയറിഷാണ്. നമ്മൾ DISനെ അധികം നമ്മൾ എടുക്കുന്നില്ല. പക്ഷെ പ്രോസിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, പ്രോസും ഇവിടെ ബെയറിഷ് തന്നെ അവരുടെ ആ ഒരു രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. ക്ലയന്റിലേക്ക് വന്നാലോ തീർച്ചയായിട്ടും അവരും ഒരു ബെയറിഷ് രീതി തന്നെയാണ് ഫ്യൂച്ചറിൽ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതായത് മാർക്കറ്റിൽ ഓൾറെഡി ഒരു എക്സ്പയറി വന്നു കഴിഞ്ഞു. നമ്മളുടെ നിഫ്റ്റിയുടെ എക്സ്പയറി ആയിരുന്നത്. ഇനി നമുക്ക് നാളെ മുതലാണ് മാർക്കറ്റ് എങ്ങനെയാണ് ആളുകൾ മാർക്കറ്റിനെ സമീപിക്കുക എന്നത് വ്യക്തമായ ഒരു ധാരണ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് നാളെ മുതൽ അതിനെക്കുറിച്ച് കൂടുതൽ വിശകലനം ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ പ്രത്യേകിച്ച് വരകളോ കുറികളോ ഒന്നും കാണിക്കാതെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അങ്ങ് തുറന്നു പറഞ്ഞു പോയത്. അപ്പോൾ ഈ ആഴ്ചയും ഞങ്ങളുടെ കോഴ്സ് എടുത്ത ആളുകൾ ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. തീർച്ചയായും ഞങ്ങളുടെ പ്രീമിയം ഗ്രൂപ്പ് വഴി സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് തന്നെയാണ് ഈ ആഴ്ചയും പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വരുന്ന ആഴ്ചയും എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിൾ വീക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.